എന്നൊരു വാക്ക്. ആ വരി പറയണമെങ്കിൽ ഈ മനസ്സിനകത്ത് ഹിഡൻ അജണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വരി നാവിൽ വരില്ല. വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവീർമായേതി വേദസ്യമ ആനീസ്ത. ഉപനിഷത്തിലെ വരിയാണ്. മനസ്സിനകത്തുള്ളത് എന്താണോ അതേ നാവിലൂടെ വരുള്ളൂ. ആ നാവിലൂടെ വരണമെങ്കിൽ അത് മനസ്സിനകത്തുണ്ടാവണം. മനസ്സും വാക്കും കോംപ്ലിമെന്ററി ടു ഈച്ച് അതറാണ്. ആ നാവിലൂടെ വരുന്നത് അകത്തുള്ള നന്മകളുടെ തിന്മകളുടെ റിഫ്ലക്ഷനും റിയാക്ഷനുമാണ്. ആ നന്മകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ചെവിയിലൂടെ കേട്ടത്, വീണ്ടും ഞാൻ പറയുന്നു, വേർഡ്സ്വർത്തോ ഷേക്സ്പിയറോ ചാൾസ് ഡിക്കൻസോ ഒബാമയോ വിവേകാനന്ദനോ യേശുദേവനോ മുഹമ്മദ് നബിയോ whomsoever may be the person and wheresoever they might have told and to whomsoever they might have advised, what is told, what is the relevance in the present day, ഇത് നിങ്ങൾക്ക് സാധിക്കും. അതാണ് 13 കുട്ടികളുള്ള ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ച രാമേശ്വരം അമ്പലത്തിലെ നിവേദിച്ച ചോറ് കഴിച്ച് വളർന്ന അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആവാൻ സാധിച്ചത്. 13 കുട്ടികളുള്ള മുക്കുവ കുടില് അവിടെ നിന്നാ മാറിയത്. അദ്ദേഹത്തിനത് സാധിക്കുമെങ്കിൽ 127 ഇന്റർനാഷണൽ സംഘടനകളുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. വേൾഡിലെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്രൈം മിനിസ്റ്റർ. 239 രാജ്യങ്ങളില് മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്രൈം മിനിസ്റ്റർ. ഒബാമ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞൊരു വരിയുണ്ട്, എ മാൻ who cannot impress the audience by words but who can impress the world by deeds. A man who cannot impress the audience by words. A man who cannot impress the audience by words but who can impress the world by deeds. That man is ruling India. ഏറ്റവും ഉയർന്നവന് വളരെ നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ കേട്ടുപഠിച്ചതുപോലെ കണ്ടുപഠിക്കണം. അനാഥരുടെ അവസ്ഥ, രോഗികളുടെ അവസ്ഥ, വിശക്കുന്നവരുടെ അവസ്ഥ, വൃദ്ധരുടെ അവസ്ഥ. എന്നെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ RCCയിൽ ചെന്ന് 2, 3, 4 വയസ്സായ കൊച്ചു കുട്ടികളുടെ തൊണ്ടയില്, കണ്ണില്, മൂക്കില്, വായ്ക്കകത്ത്, നെഞ്ചില് ക്യാൻസർ വന്ന കുട്ടികൾ അവിടെ ഇരിക്കുന്നു. ആ ക്യാൻസർ വന്ന കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ നിങ്ങളൊന്ന് കാണണം. നിങ്ങളുടെ പ്രശ്നം വലിയ പ്രശ്നമാണെന്നും ആത്മഹത്യ ചെയ്യലാണ് അവസാനത്തെ ഉത്തരമെന്നും തോന്നുമ്പോൾ കണ്ണടച്ച് ഒരു 10 മിനിറ്റ് ഈ ലോകത്തിൽ ദുഃഖിക്കുന്നവരുടെ ദുഃഖം ഒന്ന് അവനവന്റെ ദുഃഖമായിട്ട് എടുത്തു നോക്കാം. എംപതി, സിമ്പതിയല്ല, എപ്പതിയല്ല, എംപതി എടുത്തു നോക്കിയാൽ അന്ന് നിങ്ങൾ തീരുമാനിക്കും, ജഗദീശ്വര, ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ളൊരു മനസ്സ്, സമ്പത്തുള്ളൊരു കുടുംബം, നല്ല ഉജ്ജ്വലമായൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ ഭാഗ്യം, ഉയരത്തിലേക്ക് ഉയരാൻ എല്ലാം തന്ന ജഗദീശ്വരന്റെ മുമ്പില് കൈ രണ്ടും കൂപ്പിയിട്ട് അവനവന് വേണ്ടി മാത്രമല്ല RCCയിൽ വേദന കൊണ്ട് പുളയുന്ന കുട്ടിയെ മടിയിൽ വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് കണ്ണു തുറന്ന് നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണണം. അതാണ് ശരിക്ക് ജീവിതം, എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. അതൊന്ന് കാണണം. ആ ജീവിതത്തില് വാർദ്ധക്യത്തിന്റെ പരമകാഷ്ഠയില് കട്ടിലിൽ കിടക്കേണ്ടി വരുന്നവര് നമ്മളാണെന്നൊന്ന് വിചാരിച്ചു നോക്കാം. ഞാൻ ആ കട്ടിലിൽ കിടക്കുന്നതെന്നൊന്ന് വിചാരിച്ചു നോക്കാം. പറയാം നമ്മളുടെ വേദന.
നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു, നമ്മൾ ഇന്നും ഇതേപോലെ ഇരിക്കും. ആദ്യാനുരാഗത്തിന്റെ കല്യാൺ സിൽക്ക് സാരിയൊക്കെ ഉടുത്ത് നടക്കുമ്പോ നമ്മളൊക്കെ പെർമനന്റ് ആണ്. ഇന്നലെ ഷീലയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഷീല അതേമാതിരിയുണ്ട്, ഇപ്പോഴും ഷീല അതേമാതിരിയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ആ അമ്മച്ചി അത്രയും ഡൈ തേച്ചത് കൊണ്ടാണ് തലമുടി അത്രയും കറുത്തിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അപ്പോ ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച, ജനിച്ചാൽ മരണമുണ്ട്. ആ മരണത്തിലേക്കുള്ളൊരു പ്രയാണം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, തഥാ ദേഹാന്തരപ്രാപ്തി, മരണം. ഇതെല്ലാവർക്കുമുള്ളതാണ്. ആ പ്രക്രിയയില് കണ്ണു തുറന്നു നോക്കിയാൽ നമ്മളുടെ മനസ്സിനെ പരിശുദ്ധമാക്കാൻ, ആ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു, എന്റെയും നിങ്ങളുടെയും മനസ്സിനെ പരിശുദ്ധമാക്കാൻ എളുപ്പം മറ്റുള്ളവന്റെ ദുഃഖം കേൾക്കുക, മറ്റുള്ളവന്റെ വേദന കാണുക. എന്നിട്ട് ഇത് നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് എന്നറിഞ്ഞ് മനസ്സിനെ നല്ല രീതിയിൽ ഒന്ന് ഉയർത്തിയാൽ, ആ നല്ല മനസ്സിൽ നിന്ന് അല്പം മുമ്പ് ഞാൻ പറഞ്ഞ മാതിരി നല്ല ചിന്തകള്, നല്ല ചിന്തകളിൽ നിന്ന് നല്ല കർമ്മങ്ങള്, നല്ല കർമ്മങ്ങളിൽ നിന്ന് നല്ല കർമ്മഫലങ്ങള്, നല്ല കർമ്മഫലങ്ങളിൽ നിന്ന് നല്ല കർമ്മപ്രതിഫലങ്ങൾ. തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട് ആൻഡ് റിവാർഡ്. അതാണ് ജീവിതം. കാണണം, ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോന്നും പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ലെസൺസാണ്. ഫ്രഞ്ച് റവല്യൂഷൻ മാത്രമല്ല പഠിക്കാനുള്ളത്, ജീവിതത്തിന്റെ അന്തസത്ത പഠിക്കണം. ചിലപ്പോ ചിലര് കരയാറുണ്ട്. ഒരാൾ നെയ്യാർ ഡാമിലെ ആശ്രമത്തിൽ പോയി. ആശ്രമത്തിൽ പോയിട്ട് എന്താ തീരുമാനിച്ചത്? 7 തൊട്ട് 11 മണിവരെ ധ്യാനിക്കാൻ തീരുമാനിച്ചു. നെയ്യാർ ഡാമിലെ ശിവാനന്ദ യോഗാശ്രമത്തിൽ ധ്യാനിക്കാൻ 11 മണിവരെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു 11 മണിക്ക്. ഗോപാലകൃഷ്ണൻ സർ, ഞാൻ യാത്ര പറയുകയാണ് സർ. ആരാത്? എന്റെ പേര് സാർ അറിയണ്ട സർ. പിന്നെ എന്തിനാ എന്നോട് യാത്ര പറയണേ? ഞാൻ പോവാണ് സർ. എവിടേക്കാ പോകുന്നത്? ഞാൻ നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി മരിക്കാൻ പോവാണ്. ഇപ്പൊ രാത്രി 11:30 മണിയായി. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. മോനൊരു കാര്യം ചെയ്തോളാം, ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ഞാൻ തടസ്സം നിൽക്കണില്ല. 1, 2, 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്തോളാം. നാളെ രാവിലെ എന്നെ വന്ന് കണ്ടതിന് ശേഷമേ ആത്മഹത്യ ചെയ്യാൻ പാടുള്ളൂ. ഇത് എന്റെ അപേക്ഷയല്ല, നിർദ്ദേശമാണ്. നിർബന്ധമായും രാവിലെ വന്ന് കണ്ട് വൈകുന്നേരം പോയിട്ട് ആത്മഹത്യ ചെയ്തോളാം, ഒരു കുഴപ്പമില്ല. 24 മണിക്കൂറിലേക്ക് മാറ്റിവെക്കാം. ഞാനത് തമാശായിട്ടാ പറഞ്ഞത്. പക്ഷെ ആ മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് വന്നു. സാറ് പറഞ്ഞത് ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടെന്ന് തോന്നി സാർ. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണം? ഞാൻ കണ്ണൂർക്ക് തിരിച്ചു പോവാണ് സാർ. ഞാൻ കണ്ണൂർക്ക് തിരിച്ചു പോവാൻ. ഞാൻ തമാശായിട്ടാ പറഞ്ഞത്. ഇത് ഇവിടെ ഞാൻ പറയാൻ കാരണം, നമ്മളുടെ എല്ലാം മനസ്സുകള് ഏതാനും സെക്കൻഡുകള്, മിനിറ്റുകള് ജർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കെല്ലാം എന്തെങ്കിലുമൊക്കെ പരാജയബോധം, ദുഃഖം, വേദന ഇതൊക്കെ ഉണ്ടാവുന്നത്. ആ ജർക്കിങ്ങില് കേൾക്കാനും കാണാനും സാധിച്ചത് ഒന്ന് റിക്കളക്ട് ചെയ്യാം. അപ്പോ ചിരിക്കാൻ സാധിക്കും നല്ല രീതിയിൽ. ചിലരോട് ഞാൻ പറയാറുണ്ട്, ഭയങ്കര ടെൻഷൻ തോന്നുമ്പോ നല്ല പാട്ടുകൾ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നാക്കുപയോഗിച്ചൊന്ന് പാടുക. നല്ല പാട്ട്, അസല് പാട്ടുകളുണ്ട്. ഏതാ ദേശാടനം എന്ന സിനിമയിൽ ആ കുട്ടി ഊണ് കഴിക്കാതെ സന്യാസി ആയപ്പോഴത്തേക്കും അച്ഛനും അമ്മയും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. കൈയൊന്ന് പിടിച്ച് നടക്കാറുള്ളൂ, കഥയൊന്ന് ചൊല്ലിയാലേ ഊണ് കഴിക്കാറുള്ളൂ.
എന്ന പാട്ടൊക്കെ ഒന്ന് പാടുക. അപ്പൊ അവനവന്റെ ചെറുപ്പവും അച്ഛനും അമ്മയും കൈ പിടിച്ച് നടത്തിച്ചതൊക്കെ ഓർമ്മ വന്നാൽ പിന്നെ തൽക്കാലം മരിക്കണ്ടെന്ന് തോന്നും. അപ്പൊ ഒരു ജംഗ്ഷൻ, ഇറ്റ് ഈസ് ദ ബ്രേക്ക്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഫോർ അസ്. അത് ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കാൻ നന്മകൾ കേൾക്കുക. ഈ 26,500 ദിവസം ജീവിക്കുന്ന നമ്മള്, 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മള്, 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മള്, ഈ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തുവായിട്ട് ഭൂമിയിൽ വന്ന നമ്മള് ഗതകാല നന്മകളും വർത്തമാനകാല നന്മകളും ഭാവികാല നന്മകൾക്കും വേണ്ടി പ്രവർത്തിച്ച് ധന്യമായൊരു ജീവിതം നയിക്കേണ്ട നമ്മള് ജഗതീശ്വരൻ തന്നിരിക്കുന്ന ഒരു ജീവിതത്തെ ടെൻഷൻ കൊണ്ടും ദുഃഖം കൊണ്ടും വേദന കൊണ്ടും നിറയ്ക്കാതെ അതിനകത്ത് മഹാകവി ഉള്ളൂര് പറഞ്ഞതുപോലെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്നുള്ളതാക്കി തീർക്കാൻ ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് എന്നും മുമ്പിലുള്ളവരോട്, പ്രത്യേകിച്ച് അധ്യാപികമാരോട് പറയുന്നു. അധ്യാപികമാരോട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് തെറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അനുഗ്രഹീത വാക്കുകള്, അഭിനന്ദിക്കുന്ന വാക്കുകള്, അനുമോദിക്കുന്ന വാക്കുകള്, ആശീർവദിക്കുന്ന വാക്കുകള്, ആശ്വസിപ്പിക്കുന്ന വാക്കുകളായി തീരട്ടെ. ക്ലാസ് മുറിക്കകത്ത് കയറിയാൽ നിങ്ങൾ പിന്നെ വിദ്യാർത്ഥികളും നിങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ലോകമെല്ലാം പുറത്ത്. ഈ വേദമന്ത്രം ചൊല്ലി പ്രാർത്ഥന നടത്തിയതിനു ശേഷം ആ കുട്ടികൾ അവസാനം 3 വാക്ക് പറഞ്ഞു. ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യത്തെ ശാന്തി ആധ്യാത്മിക ശാന്തി, പീസ് ഇൻസൈഡ് യുവർ ബോഡി. രണ്ടാമത്തെ ശാന്തി ആദിഭൗതിക ശാന്തി. 26 അടി റേഡിയസില് നിങ്ങളുടെ സാന്നിധ്യം ഒരു ശാന്തി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവാണെങ്കിൽ ഒരു അശാന്തി ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തെ ശാന്തി അതിദേവതാ ശാന്തി. ഈ സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഈ മേഘങ്ങളും വനങ്ങളും പർവ്വതങ്ങളും കാറ്റും സമുദ്രവും ഈ സൂര്യനും ചന്ദ്രനുമെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ ശരീരത്തിന്റെ ബയോകെമിക്കൽ പ്രോസസ്സിനെ സ്വാധീനിക്കുന്നു. ബയോകെമിസ്ട്രിയാ എന്റെ PhD. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും വർക്ക് ചെയ്യാൻ സാധിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നു, ഈ 3 ശാന്തിയില് ആധ്യാത്മിക ശാന്തിയും ആദിഭൗതിക ശാന്തിയും ക്ലാസ്സിനകത്ത് കയറിയാൽ വിദ്യാർത്ഥികള്, ഞാൻ ഇത് രണ്ടുമേ ഉള്ളൂ ലോകത്തില്. എന്റെ ഈ പ്രഭാഷണ സമയത്ത് ഞാൻ ഈ അറ്റം മുതൽക്ക് ഈ അറ്റം വരെ നോക്കിക്കൊണ്ട് ആ ക്ലാസ് എടുക്കാം. അപ്പോഴും ഞാൻ നോക്കാറുള്ളത് ഒരു വലിയ കാര്യം, എത്ര പേര് കോട്ടുവായ വിടുന്നു, എത്ര പേര് വാച്ച് നോക്കുന്നു എന്നാണ്. നിങ്ങൾ കോട്ടുവായ വിട്ടാൽ, നിങ്ങൾ വാച്ച് നോക്കിയാൽ അത് നിങ്ങളുടെ തെറ്റല്ല, അത് ഗോപാലകൃഷ്ണന്റെ തെറ്റാണ്. നിങ്ങളെ ഇവിടേക്ക് ശ്രദ്ധിപ്പിച്ചിരുത്താൻ എനിക്ക് സാധിക്കണില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വാച്ച് നോക്കുന്നത്. അതുകൊണ്ട് എന്റെ ക്ലാസ്സില് എന്റെ വിദ്യാർത്ഥികള് വാച്ച് നോക്കിയെങ്കില്, അവര് കോട്ടുവായ വിട്ടു എങ്കില്, അവര് റെസ്റ്റ്ലെസ് ആണെങ്കില് തെറ്റെന്റേത്, എന്റെ എന്ന ഭാഗത്ത് ഇഷ്ടമുള്ളവരുടെ പേര് ഫില്ല് ചെയ്തോളാം. അപ്പൊ യഥാർത്ഥത്തില് ഈ നാക്ക് 14 സെന്റിമീറ്റർ നീളമുള്ള നാക്ക്, പ്രിൻസിപ്പാൾ ഒട്ടും ഭയപ്പെടേണ്ട, പിള്ളേരൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുക, ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ 14 സെന്റിമീറ്റർ ഉള്ള നാക്കാണ് ഈ ലോകത്തിൽ ഏത് പ്രശ്നത്തിനും കാരണം, ഏത് പ്രശ്നത്തിനും പരിഹാരവും. കാരണവും അത്, പരിഹാരവും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ നാക്കുകൾ നല്ല രീതിയിലൊന്ന് ഉപയോഗിച്ചു നോക്കാം. നാക്കുകൾ എന്ന് ഞാൻ പ്ലൂരൽ ഉപയോഗിച്ചത് നമ്മളുടെ പ്ലൂരൽ ആയതുകൊണ്ടാണ്. സിംഗുലർ ആയിരുന്നെങ്കിൽ എന്റെ നാക്ക്. ഹറി, വറി, കറി, 3 പ്രോബ്ലം നാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നാക്ക് എന്നും ശാന്തമായിട്ട് ഉപയോഗിക്കാം. യേശുദേവൻ പറഞ്ഞ വരി ലൂക്കിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, സങ്കീർത്തനങ്ങള് എല്ലാം എഴുതിയിരിക്കുന്നത് നോക്കുക ശാന്തമായിട്ടാ. ലൂക്കിന്റെ സുവിശേഷത്തില് നീ എന്റെ സന്ദേശങ്ങളുമായി ഗ്രാമങ്ങൾ തോറും ചെല്ലുക
എന്റെ സന്ദേശം നീ അറിയിക്കുക. നിനക്ക് നടക്കാൻ ഒരു ഊന്നുവടി കയ്യിലുണ്ടാവരുത്. നിന്റെ കാലില് സംരക്ഷണത്തിന് ഒരു പാദരക്ഷയുണ്ടാകരുത്. ദാഹജലത്തിന് സംഭരണി നിന്റെ കയ്യിലുണ്ടാവരുത്. നിന്റെ ജീവിതത്തിന് ആവശ്യമായ ചെലവിന് ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളും വെക്കാനുള്ള ഈ ധനസഞ്ചി ഉണ്ടാവരുത്. നീ ചെല്ലുന്ന സ്ഥലത്ത് നിനക്ക് പറയാനുള്ളത് പറയുക. അവര് സ്വീകരിച്ചു എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം, സ്വീകരിച്ചില്ല എങ്കിലും നിനക്ക് സ്വർഗരാജ്യം. ഇതാണ് നാവിന്റെ പ്രയോഗം. അവര് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ. നമ്മൾ ഏത് മിഷനിലാണോ ഇരിക്കുന്നത്, അധ്യാപകര്, വിദ്യാർത്ഥികള്, അമ്മയാകാൻ പോകുന്നവര്, ഭാര്യയാകാൻ പോകുന്നവര്, ഈ നാക്കുകൊണ്ട് അവർക്ക് വീട്ടിനകത്ത് സ്വർഗവും ഉണ്ടാക്കാം, ആ നാക്കുകൊണ്ട് അവർക്ക് നരകവും ഉണ്ടാക്കാം. സാമ്പാറിന് ഉപ്പുമില്ല മുളകുമില്ല മനുഷ്യൻ തിന്നില്ല എന്ന് പറയുന്നത് ഇത്തിരി ഉപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സാമ്പാർ നന്നാകുമായിരുന്നു എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ആ നാക്ക് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവര് ഒരു കാരണവശാലും നമ്മുടെ ശത്രുക്കളാവില്ല, നമ്മളുടെ മിത്രങ്ങളെ ആവുള്ളൂ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, തമാശന് പറയാറുണ്ട്, ലോകത്തിൽ ചിരിക്കുകയും കരയുകയും ചെയ്യാത്തത് 3 പേരാ. ഒന്ന് വേദവ്യാസൻ ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല, ശ്രീകൃഷ്ണനും ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല, മൂന്നാമത്തെ ആള് മൻമോഹൻ സിംഗ് ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് ചിദംബരവും ചിരിക്കാറുമില്ല കരയാറുമില്ല, ഒരു ഫീലിംഗും ഇല്ല. അദ്ദേഹം നാക്കുപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആരെന്തു പറഞ്ഞാലും അത് വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാറില്ല, അറിയാനും അറിയിക്കാനുമേ ശ്രമിക്കാറുള്ളൂ. നാരായണ ഗുരുദേവന്റെ വരിയ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതാണ് നാക്കിന്റെ പ്രയോഗം. അത് എന്റെ മുമ്പില് ഈ മുകളറ്റം മുതൽക്കിരിക്കുന്നവർക്ക് ഓർമ്മിക്കാം. നമ്മളുടെ എല്ലാം വീട്ടില് നമ്മൾ എഴുതി വെക്കാറുണ്ട്, ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ, അല്ലാഹു ഈ വീടിന്റെ നാഥൻ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ കുളമാക്കിയ വീട് ഇവര് 3 പേരും ശരിയാക്കണം. അവരുടെ ഉത്തരവാദിത്വമാണ് ശരിയാക്കൽ. കൊളാക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്. അവിടെ ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കറിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യം. നമ്മളെങ്ങനെ വീട്ടിൽ സംസാരിക്കുന്നു, വീട്ടിലെങ്ങനെ കാര്യങ്ങൾ കാണുന്നു, നമ്മൾ വീട്ടിലെങ്ങനെ കാര്യങ്ങൾ കേൾക്കുന്നു കേൾപ്പിക്കുന്നു, ഇത് നമുക്ക് സാധിക്കണം. അതേപോലെ ലാസ്റ്റ് പാർട്ടില് എന്റെ അനുജത്തിമാരോട്, ടീച്ചേഴ്സിനോടല്ല അനുജത്തിമാരോട്, ഗോപാലകൃഷ്ണന് നെഞ്ചത്ത് കൈവച്ച് പറയാനുള്ളത് ഒന്ന് മാത്രം. മക്കളെ, ഈ ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, വേദനയില്ലാത്ത അവസ്ഥയുമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. നമ്മളെ നല്ലത് പറയുന്നവരുണ്ട്, നമ്മളെ ചീത്ത പറയുന്നവരുണ്ട്. ഇങ്ങനെ രണ്ടും കൂടി ചേർന്നതാണ് ഈ ലോകം, ജീവിതം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. നോർത്ത് പോൾ ഉണ്ടെങ്കിൽ സൗത്ത് പോൾ ഉണ്ട്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ലോസ് ഉണ്ട്. അതേപോലെ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പ്രോട്ടോൺ ഉണ്ടാവും. ഇങ്ങനെ രണ്ടല്ലാത്തതൊന്നും ഈ ലോകത്തിലില്ലാത്ത അവസ്ഥയില് എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ. ഞാൻ വിചാരിച്ചതെല്ലാം എനിക്ക് നേടാൻ സാധിക്കും. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. ഞാൻ ഇറങ്ങിത്തിരിച്ചത് മുഴുവനും സക്സസ് ആകും. എനിക്ക് കരയേണ്ടി വരില്ല. ജീവിതത്തിൽ എനിക്ക് ദുഃഖമുണ്ടാവില്ല എന്നീ ധാരണകൾ നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ. അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഉയർച്ചയും താഴ്ചയും എല്ലാമുള്ള ജീവിതത്തില് ഓരോ സ്റ്റെപ്പും കടക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, മന്ദര ഉണ്ടായിരുന്നത് കൊണ്ട് രാമായണമുണ്ടായി.
ശകുനി ഉണ്ടായിരുന്നത് കൊണ്ട് യഥാർത്ഥത്തില് മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം യേശുദേവനെ കുരിശിൽ തറച്ചത് തെറ്റ്. പക്ഷേ കുരിശിൽ തറച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് യേശുദേവൻ ദൈവീക ചൈതന്യമുള്ളവനാണെന്ന് ലോകത്തിന് മനസ്സിലാക്കിയത്. ആ നെഗറ്റീവാണ് ഇന്ന് ലോകത്തില് 122 രാജ്യങ്ങളില് ക്രിസ്തുമതം ദേശീയ മതമായി നിൽക്കുന്നത്. ആ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിച്ചില്ലായിരുന്നെങ്കിൽ 68 രാജ്യങ്ങളില് ഇസ്ലാം മതം ഒരു ദേശീയ മതമാകുമായിരുന്നില്ല. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ നെഗറ്റീവുകളെയെല്ലാം പോസിറ്റീവുകളാക്കി മാറ്റാൻ സാധിക്കണം. അതാണ് ജീവിതം, അതാണ് സന്തോഷകരമായ അനുഭൂതി. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിറഞ്ഞ സദസ്സില് ഇത്രയും ചൈതന്യവത്തായ മുഖഭാവത്തോടുകൂടി ഈ പ്രഭാഷണം ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണന്റെ പ്രണാമം അറിയിപ്പിക്കുന്നതോടൊപ്പം ഇത്രയും സമുജ്വലമായ രീതിയിൽ വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് ഈ ക്ഷണിച്ച് അഭിനന്ദിച്ച പ്രിൻസിപ്പാളിന്റെ നല്ല വാക്കുകളെല്ലാം ജഗദീശ്വരന്റെ കാലിലേക്ക് പുഷ്പങ്ങളായി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം.